കഴിഞ്ഞ ക്ലാസ്സിൽ അലങ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നുവല്ലോ. സപ്തതാള അലങ്കാരങ്ങൾ 7 ഉള്ളത്. അതിൽ 5 ജാതികൾ, പഞ്ചജാതികൾ എന്നറിയപ്പെടുന്ന 5 ജാതികളും ഉണ്ട്. ഈ 5 ജാതികളെ സപ്തതാള അലങ്കാരങ്ങളായ 7 താളങ്ങൾ വെച്ച് വേണം നമ്മൾ അലങ്കാരം പാടാൻ. ഇന്ന് നമ്മൾ ഫസ്റ്റ് അലങ്കാരം, ഇതിൽ ഒന്നാമത്തെ ജാതിയായ ധ്രുവതാളം, ഒന്നാമത്തെ താളമായ ധ്രുവതാളം നമുക്ക് ഇന്ന് പഠിക്കാം. ഈ ധ്രുവതാളത്തിനെ നമ്മൾ 5 ജാതികളായ തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം, തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്ര, സങ്കീർണം എന്നിങ്ങനെ 5 ജാതികൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഈ 5 ജാതിയിൽ തിസ്രം കഴിഞ്ഞിട്ടുള്ള ചതുരസ്ര ജാതി, ഈ ജാതി വെച്ചിട്ട് നമുക്ക് ഈ ധ്രുവതാളത്തിനെ കണക്ക് നോക്കി നമുക്ക് അലങ്കാരം പാടാം. ധ്രുവതാളത്തിൻ്റെ ചിഹ്നം ലഘു, ദ്രുതം, ലഘു, ലഘു എന്നാണ്. ലഘു എന്ന് വെച്ചാൽ അടിച്ച് വിരലെണ്ണുക എന്നതാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ദ്രുതം അടി, വീശ്. അപ്പോൾ ഈ ലഘുവിൽ നമുക്ക് ചതുരസ്ര ജാതി, ചതുരസ്രം ആകുമ്പോൾ 4 അക്ഷരമാണ് വരുന്നത്. ഈ അക്ഷരം നമുക്ക് ലഘുവിൽ, ഈ 5 ജാതിയിലെ ഏത് അക്ഷരം വേണേലും നമുക്ക് ലഘുവിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ചതുരസ്ര ജാതി ആയതുകൊണ്ട് നമുക്ക് 4, ചതുരസ്ര 4 ഈ അക്ഷരമാണ് നമുക്ക് ലഘുവിൽ കൊടുക്കേണ്ടത്. അപ്പം ലഘുവിൻ്റെ സ്ഥാനത്ത് 4. പിന്നെ അടുത്തത് ദ്രുതമാണ് ഉള്ളത്, അടി, വീശ്, 2 അക്ഷരം. 4 + 2. അതിനുശേഷം പിന്നെ 2 ലഘുവും കൂടി വരുന്നുണ്ട്. ലഘു, ദ്രുതം, ലഘു, ലഘു. അപ്പോൾ 4 + 2 + 4 + 4 അങ്ങനെയാണ് നമ്മുടെ അക്ഷരങ്ങൾ വരുന്നത്. 4 + 2 + 4 + 4 ഇത്രയും കൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് നമുക്ക് ഈ താളത്തിൽ ചതുരസ്ര ജാതി ധ്രുവതാളം. ധ്രുവതാളത്തിന് ചതുരസ്ര ജാതി ചേരുമ്പോൾ ചതുരസ്ര ജാതി ധ്രുവതാളം എന്നാണ് പേര് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചതുരസ്ര ജാതി ധ്രുവതാളം താളമിട്ട് പാടി നോക്കാം. എത്ര അക്ഷരമാണ് വരുന്നത്? 4 + 2 + 4 + 4 എത്രയാണ് വരുന്നത്? 4 + 2 + 4 + 4. 4 × 2 6, 4 14, 14 അക്ഷരമാണ് വരുന്നത്. ചതുരസ്ര ജാതി ധ്രുവതാളം 14 അക്ഷരം. അടിച്ച് ആദ്യം 4 പ്രാവശ്യം വിരലെണ്ണുക. ലഘു എന്ന് പറയുമ്പോൾ അടിച്ച് വിരലെണ്ണുകയാണല്ലോ. അപ്പോൾ അടിച്ച് ആദ്യം 4 പ്രാവശ്യം വിരലെണ്ണുക. പിന്നെ നമ്മുടെ ദ്രുതമാണ്, ആ ദ്രുതമാകുമ്പോൾ അടി, വീശ്. അപ്പോൾ 4 പ്രാവശ്യം വിരലെണ്ണിയിട്ട് അതിൻ്റെ 2 അക്ഷരം കൂടി കൂട്ടി പിന്നെ അടി, വീശ് കഴിഞ്ഞിട്ട് പിന്നെയും അടിച്ച് വിരലെണ്ണുക, അടിച്ച് വിരലെണ്ണുക. 4 പ്രാവശ്യം 4 പ്രാവശ്യം വെച്ച്. അങ്ങനെയാണ് ലഘു, ദ്രുതം, ലഘു, ലഘു എന്ന അലങ്കാരത്തിലെ നമ്മുടെ ചതുരസ്ര ജാതി ധ്രുവതാളം. ഞാൻ താളം ഒന്ന് ഇട്ട് കാണിക്കാം. 1, 2, 3, 4 ഈ നടുക്കിലത്തെ വിരൽ വരെയാണ് ആദ്യത്തെ 4 അക്ഷരം വരുന്നത്. 5, 6 നമ്മുടെ ദ്രുതത്തിൻ്റെ 2 അക്ഷരം. 5, 6. ഇനി 2 ലഘുവും കൂടി ഉണ്ട്. 7, 8, 9, 10, 11, 12, 13, 14 ഇങ്ങനെയാണ് 14 അക്ഷരം വരുന്നത്. ലഘു, ദ്രുതം, ലഘു, ലഘു. ഒന്നുകൂടി ഇട്ട് കാണിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇതാണ് ചതുരസ്ര ജാതി ധ്രുവതാളം. ഈ 14 അക്ഷരം വരുന്ന അലങ്കാരം നമുക്ക് ഇന്ന് 4 കാലം പാടി നോക്കാം. ഇതിൻ്റെ അകാരം, ഇകാരം, ഉകാരം പ്രാക്ടീസ് ചെയ്യുന്നതും നന്നായിരിക്കും. സ, രേ, ഗ, മ, ഗ,
रे सा रे गा रे सा रे गा मा रे गा मा पा मा ग रे गा मा ग रे गा मा पा ग मा पा धा पा मा ग मा पा मा ग मा पा धा मा पा धा नी धा पा मा पा धा पा मा पा धा नी पा धा नी सा नी धा पा धा नी धा पा धा नी सा सा नी धा पा धा नी सा नी धा नी सा नी धा पा नी धा पा मा पा धा नी धा पा धा नी धा पा मा धा पा मा ग मा पा धा पा मा पा धा पा मा ग पा मा ग रे गा मा पा मा ग मा पा मा ग रे मा ग रे सा रे गा मा ग रे गा मा ग रे सा. ഇതിൻ്റെ ഒന്നാം കാലം പാടി ഇതിൻ്റെ ആകാരം ഒന്നാം കാലത്തിൽ പാടി നോക്കിയാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ പാടുന്നത് ഇതിൻ്റെ രണ്ടാം കാലം. ആരോഹണവും അവരോഹണവുമാണ് ഇപ്പോൾ പാടിയത്. എല്ലാ അലങ്കാരങ്ങൾക്കും ആരോഹണവും അവരോഹണവും ഉണ്ട്. രണ്ടാം കാലം പാടി നോക്കാം. സാ രേ ഗ മ ഗ രേ സാ രേ ഗ രേ സാ രേ ഗ മ രേ ഗ മ പ മ ഗ രേ ഗ മ ഗ രേ ഗ മ പ ഗ മ പ ധ പ മ ഗ മ പ മ ഗ മ പ ധ മ പ ധ നീ ധ പ മ പ ധ പ മ പ ധ നീ പ ധ നീ സാ നീ ധ പ ധ നീ ധ പ ധ നീ സാ സാ നീ ധ പ ധ നീ സാ നീ ധ നീ സാ നീ ധ പ നീ ധ പ മ പ ധ നീ ധ പ
ni dha pa ma dha pa ma ga ma pa dha pa ma pa dha pa ma ga pa ma ga re ga ma pa ma ga ma pa ma ga re ma ga re sa re ga ma ga re ga ma ga re sa. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഈ അലങ്കാരത്തിൻ്റെ മൂന്നാം കാലം പാടി നോക്കാം. സ രേ ഗ മ ഗ രേ സ രേ ഗ രേ സ രേ ഗ മ രേ ഗ മ പ മ ഗ രേ ഗ മ ഗ രേ ഗ മ പ ഗ മ പ ധ പ മ ഗ മ പ മ ഗ മ പ ധ മ പ ധ ni dha pa ma pa dha pa ma pa dha ni pa dha ni sa ni dha pa dha ni dha pa dha ni sa sa ni dha pa dha ni sa ni dha ni sa ni dha pa ni dha pa ma pa dha ni dha pa dha ni dha pa ma dha pa ma ga ma pa dha pa ma pa dha pa ma ga pa ma ga re ga ma pa ma ga ma pa ma ga re ma ga re sa re ga ma ga re ga ma ga re sa. അടുത്തതായിട്ട് ഈ വരിസയുടെ നാലാം കാലം സ്പീഡിൽ പാടി നോക്കാം. സരി ഗ മ ഗ രെ സരി ഗ രെ സരി ഗ മ രെ ഗ മ പ മ ഗ രെ ഗ മ ഗ രെ ഗ മ പ ഗ മ പ ധ പ മ ഗ മ പ മ ഗ മ പ ധ മ പ ധ നി ധ പ മ പ ധ പ മ പ ധ നി സ നി ധ പ ധ നി ധ പ ധ നി സ സ നി ധ പ ധ നി സ നി ധ നി സ നി ധ പ നി ധ പ മ പ ധ ni dha pa da ni dha pa ma da pa ma ga ma pa da pa ma pa da pa ma ga pa ma ga re ga ma pa ma ga ma pa ma ga re sa re ga ma ga re sa. എല്ലാ വരിസയുടെയും ഇപ്പോൾ പാടിയ വരിസയുടെ 4 കാലങ്ങളും അകാരം ഇകാരം ഉകാരം പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നാലാം കാലത്തിൻ്റെ ആകാരം ഒന്ന് പാടി നോക്കാം. ആ